ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു. പിന്നെ ഈ കാണുന്നത് നമ്മുടെ കടലോ തിരമാലകളോ ഒന്നും അല്ല കേട്ടോ, നമ്മുടെ ആകാശത്തിലെ മേഘക്കീറുകളാണേ. മേഘങ്ങൾക്കിടയിലൂടെയുള്ള എൻ്റെ ആദ്യ യാത്ര, അതായത് എൻ്റെ ആദ്യ ഫ്ലൈറ്റ് യാത്രയാണേ. അപ്പോൾ അതിലെ വിശേഷങ്ങളാണ് ഞാൻ പങ്കുവെക്കുന്നത് നിങ്ങളായിട്ട് കേട്ടോ. അപ്പോൾ ഇതുണ്ട്, നമ്മൾ നെടുമ്പാശ്ശേരിയിൽ നിന്നാണ് കയറുന്നത്. അപ്പോൾ രാവിലെ നമ്മളൊരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേനും നെടുമ്പാശ്ശേരിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നെടുമ്പാശ്ശേരിയിലെ ഒരു കാഴ്ച എങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു. ഇന്നെന്ന് പറഞ്ഞാൽ നെടുമ്പാശ്ശേരി ആണെങ്കിലും അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എയർപോർട്ടാണെങ്കിലും നമുക്കത് കാണാനും നമ്മളെ അതിനെക്കുറിച്ച് അറിയാനും ഇന്നത്തെ കാലത്ത് നമുക്ക് സൗകര്യമുണ്ട് അല്ലേ. അപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് എന്ന് പറയുമ്പോൾ അന്ന് നമുക്ക് അന്നൊന്നും നമ്മുടെ നാട്ടിലൊന്നും വിദേശയാത്ര ചെയ്യുന്ന ആൾക്കാർ ഇത്ര അധികം ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരും അപൂർവം കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ. ഇന്നത്തെ പോലെ അധികമൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ ഒരുവിധം ആൾക്കാരും വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരും കുട്ടികളാണെങ്കിൽ പഠിക്കാൻ പോകുന്നവരും അതുപോലെ നമ്മൾ കുറച്ച് ഇപ്പോൾ ബാംഗ്ലൂർ, ചെന്നൈ, അതുപോലെ ഹൈദരാബാദ് അങ്ങനെയൊക്കെ പോകുന്നത് അവർ പോലും ട്രെയിൻ യാത്ര മാറ്റി വെച്ച് ചിലപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് യാത്രയ്ക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് അല്ലേ. കുറഞ്ഞ സമയത്തിൽ നമുക്ക് പോയിട്ട് വരാം, നമുക്ക് യാത്രാക്ഷീണം ഇല്ല എന്നുള്ളത്. പക്ഷെ ആകെ നമുക്ക് പറ്റുന്ന ഒരു ക്ഷീണം എന്താ? എയർപോർട്ടിലേക്കുള്ള യാത്രയാണ് നമുക്ക് പറ്റുന്ന ക്ഷീണം അല്ലേ. നമുക്ക് നെടുമ്പാശ്ശേരിയാണ്, ഇവിടെ തൃശ്ശൂർ നെടുമ്പാശ്ശേരി അല്ലെങ്കിൽ കോഴിക്കോട്, കണ്ണൂർ, തിരുവനന്തപുരം ഒക്കെ പോകണം അല്ലേ. അപ്പോൾ അതേ നമുക്ക് ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി. നമ്മളങ്ങനെ ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടിയിട്ട് അവിടെ ലോഞ്ചിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഇങ്ങനെ നമ്മൾ അവിടെ ഫ്ലൈറ്റുകളൊക്കെ നിൽക്കുന്നുണ്ട്. അതുണ്ടോ, ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ നിൽക്കുന്നതുണ്ടല്ലോ, അവിടേക്ക് ഫ്ലൈറ്റൊക്കെ വന്ന് നിന്ന് കഴിഞ്ഞാൽ ആൾക്കാർ ഇറങ്ങുന്നതും കയറുന്നതും ഒക്കെ കാണിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു, ഒരുപാട് പേര് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നവരും അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ പോകുന്നവരെ യാത്ര അയക്കാനായിട്ട് പോയി അവിടെയുള്ള വിശേഷങ്ങളും വിവരങ്ങളെല്ലാം കണ്ടറിഞ്ഞിട്ടുള്ളവരും ആയിരിക്കാം. അതൊന്നും കാണാൻ ഭാഗ്യം കിട്ടാത്ത ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ ഒരിക്കൽ പോലും യാത്ര ചെയ്യാൻ പറ്റാത്തവർ എന്നെ പോലെ. ഞാനും ഈ പ്രായം വരെ യാത്ര ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ് യാത്ര ചെയ്യുന്നത്. എൻ്റെ ആദ്യത്തെ ഫ്ലൈറ്റ് യാത്രയാണിത്. അപ്പോൾ ആദ്യത്തെ ഫ്ലൈറ്റ് യാത്ര എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് എനിക്ക്. പിന്നെ സ്കൂളിൽ നിന്നായാലും കോളേജുകളിൽ നിന്നായാലും അല്ലെങ്കിൽ നമ്മൾ നാട്ടിൽ നിന്ന് ടൂർ പോകുന്നതാണെങ്കിലും അങ്ങനെ പോകുന്ന സമയത്ത് എത്രയോ ചാർജ് കൊടുത്തിട്ട് നമ്മൾ ഫ്ലൈറ്റ് പൊങ്ങുന്നതും അതുപോലെ ഫ്ലൈറ്റ് വന്നിറങ്ങുന്നതും കാണുന്ന ഒരു കാഴ്ച, ആ ചില്ലുകൂടിൻ്റെ അവിടെ നിന്നിട്ട് കാണുന്നൊരു കാഴ്ച ഉണ്ടല്ലോ, നെടുമ്പാശ്ശേരിയിലൊക്കെ പോയിട്ട് കാണിക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ. അതുപോലെ എനിക്ക് ഓർമ്മ വയ്ക്കുന്നതിന് മുൻപ് ഞാൻ ജനിച്ച സമയത്ത് എൻ്റെ അമ്മയുടെ മാമൻ അവിടെ എറണാകുളത്ത് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. കൊച്ചി നേവൽ ബേസിൻ്റെ അവിടെ തോന്നുന്നുണ്ടായിരുന്നു പണ്ടത്തെ എയർപോർട്ടൊക്കെ കേട്ടോ. അപ്പോൾ അവിടെ ആകുമ്പോൾ അവർക്ക് പരിചയമുള്ള ആൾക്കാരായിട്ട് ആൾ സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പോൾ അത് കാരണം അങ്ങനെ നമ്മൾ തന്നെ ഇതിൻ്റെ ഫ്ലൈറ്റിൻ്റെ ഫ്രണ്ടിൽ കൂടെ കയറ്റി ബാക്കിൽ കൂടെ ഇറക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതൊന്നും എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഓർമ്മയിൽ ആദ്യത്തെ ഫ്ലൈറ്റ് യാത്രയാണിത് കേട്ടോ. അന്ന് യാത്ര ചെയ്തിട്ടൊന്നുമില്ല, ഫ്ലൈറ്റിൽ ഒന്ന് കയറി ഇറങ്ങിയെന്ന് മാത്രം. പക്ഷെ അതെനിക്കറിയില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇങ്ങനെയൊക്കെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഞാനും വിചാരിച്ചു എനിക്കും അതുപോലെ തന്നെ ഒരു ഫ്ലൈറ്റ് ഇതാ അവിടെ പറന്ന് പൊങ്ങി പോണുണ്ട്. അപ്പോൾ അങ്ങനെ കാണാത്ത ഒരുപാട് പേരുണ്ട്. കണ്ടിട്ടുള്ളവർക്ക് ഇതൊരു നല്ല കാഴ്ചയാവില്ല, എന്തപ്പോൾ അത്ര കാണാൻ തോന്നുന്നുണ്ടായിരിക്കും. പക്ഷെ കാണാത്തവർക്ക് ഇതൊരു നല്ല കാഴ്ച തന്നെയല്ലേ. അപ്പോൾ ആ കാണുന്ന ഗ്ലാസ് ഇട്ട വഴി കൂടെ നമ്മളിപ്പോൾ അവിടെ ഒരു ഫ്ലൈറ്റ് വന്ന് ഇറങ്ങിയിട്ട് അതിൽ നിന്ന് ആൾക്കാരെ ഇറക്കണം. ഞാൻ പറഞ്ഞു നീളനൊരു സാധനം നിൽക്കുന്നത് കണ്ടു, അത് ഫ്ലൈറ്റിനോട് മുട്ടിച്ച് വെക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ മുട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഫ്ലൈറ്റിൽ നിന്നും ആൾക്കാർ ഇറങ്ങിയിട്ട് അത് കൂടെ വന്നിട്ടാണ് പുറത്തേക്ക് പോയി. അപ്പോൾ നമ്മുടെ ലഗേജൊക്കെ അവിടെ വന്നിട്ടുണ്ടാവും. അതൊക്കെ ആ ഭാഗമൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളത് കാണുമ്പോൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ അതാത് സമയങ്ങളിൽ എനിക്കിത് പറഞ്ഞു തരാൻ പറ്റാത്ത കാരണം ഞാൻ അങ്ങനെ കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ലോഞ്ചിൽ ഇരിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ നിക്കി വളരെ സന്തോഷവാനായിട്ട് കടന്ന് ഓടിക്കളിക്കുകയാണ്. അപ്പോൾ അവ ഓടിക്കളിക്കുമ്പോൾ ഞാനും അവൻ്റെ കൂട്ടത്തിൽ നിന്ന് അവനെ കാണിച്ചു കൊടുത്തു. അതുപോലെ തന്നെ ഞാനും വീഡിയോസ് ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. അപ്പോൾ എനിക്കും തോന്നി എനിക്ക് കാണാൻ പറ്റുന്ന ഈ കാഴ്ച കാണാത്ത എൻ്റെ കൂട്ടുകാർക്കായിട്ട് പങ്കുവെക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പങ്കുവെച്ചത്. അപ്പോൾ കണ്ടോ, വേസ്റ്റുകൾ കൊണ്ടുപോകാനായിട്ട് അവിടെ വന്നിട്ട് അത് എടുത്തിട്ട് പോവുകയാണ്. അതിൻ്റെ മുന്നേ നമ്മുടെ ലഗേജ് കയ്യിൽ നിന്ന് ഇറക്കിയിട്ടുണ്ട്. അതുപോലെ വന്നിറങ്ങുന്നത് കുറച്ച് ദൂരെയുള്ള സ്ഥലത്താണെന്നുണ്ടെങ്കിൽ കുറച്ച് ദൂരെ മാറിയിട്ടാണ് ഫ്ലൈറ്റ് വന്നിറങ്ങിയേക്കണം വെച്ചാൽ അവിടുന്ന് നമുക്ക് ബസ് മാർഗം നമ്മളതിനെ അങ്ങോട്ട് എത്തിക്കും. അങ്ങനെ അല്ല നമ്മുടെ ഫ്ലൈറ്റ് കുറച്ച് ദൂരെയാണ് നിൽക്കണമെന്ന് വെച്ചാൽ അതുപോലെ ബസ്സിൽ നമ്മളവിടെ കൊണ്ടുപോയി ഇറക്കും ചെയ്യും. അപ്പോൾ എൻ്റെ യാത്ര എവിടേക്കാണെന്ന് പറഞ്ഞാൽ നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നും ഫ്ലൈറ്റ് കയറിയിട്ട് ഞാൻ ഹൈദരാബാദിലേക്കാണ് പോകുന്നത്. ഹൈദരാബാദിലേക്ക് പോകുമ്പോൾ ആ ഫ്ലൈറ്റിൽ എൻ്റെ ആദ്യത്തെ യാത്ര ആയതുകൊണ്ട് എനിക്ക് വിൻഡോ സൈഡ് തന്നെ മോൻ സീറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആ വിൻഡോ സൈഡിലിരിക്കുമ്പോൾ അതുപോലെ എന്നോട് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു
ടെൻഷൻ വേണ്ട, പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ പേടിയൊന്നും എനിക്കുണ്ടായില്ല. പക്ഷെ എന്താണ് എങ്ങനെയാണെന്നുള്ളൊരു ആകാംക്ഷ. അത് അടുത്ത ഫ്ലൈറ്റ് ഇതങ്ങനെ പറന്ന് പോകണുണ്ടോ, ഇൻഡിഗോട്ടിനാണ്. അപ്പോൾ അതിങ്ങനെ റൗണ്ട് അടിച്ച് പോയിട്ട് പിന്നെ മുകളിലേക്ക് അങ്ങനെ പൊങ്ങി പോവുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കൊന്ന് പങ്കുവെക്കാൻ. നമുക്ക് അറിയാത്തവരാണെങ്കിലും അറിയുന്നവരാണെങ്കിലും ഇങ്ങനൊരു കാഴ്ച കാണുമ്പോൾ ഒരു സന്തോഷം തന്നെയല്ലേ അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് ഇത്രയും ഇങ്ങനെയൊക്കെ വീഡിയോ എടുത്തത് കേട്ടോ, എൻ്റെ കൂട്ടുകാർക്ക് പങ്കുവെക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് നിങ്ങളെന്നെ ബോറടിപ്പിക്കാനായിട്ടല്ല ഇങ്ങനെ ഇതെടുത്ത് കാണിക്കുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ ഞാനത് ഇങ്ങനെ എടുത്തു എന്ന് മാത്രം. അപ്പോൾ ആ ഫ്ലൈറ്റ് ഉണ്ട് അവിടെ നിന്ന് ഇങ്ങനെ ചുറ്റിയിട്ട് പോയിട്ട് കുറേ കഴിഞ്ഞ് മെല്ലെ അങ്ങനെയായിട്ട് പൊങ്ങിപ്പോവും. അപ്പോൾ അതാ ബസ്സിൽ ആൾക്കാരെ എടുത്തിട്ട് ഇവിടെ വന്ന് ഇറക്കാൻ പോവുകയാണ്. അപ്പോൾ അതും ഞാൻ അത് കൂടെ ഉൾപ്പെടുത്തി. ഇങ്ങനെ ഓരോ പ്രാവശ്യം ഓരോന്ന് കാണുമ്പോൾ നമുക്കത് പെട്ടെന്നാണ് ഫ്ലൈറ്റ് അങ്ങോട്ട് പൊങ്ങണത് കാണുമ്പോൾ ഞാൻ അയ്യോ ഞാൻ എടുത്തില്ലല്ലോ, എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ഇതാണ്ട് ഫ്ലൈറ്റ് അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ അങ്ങോട്ട് റൗണ്ട് അടിച്ച് പോയി ഇങ്ങോട്ട് ഇങ്ങനെ തിരിച്ച് വന്ന് ഇനി മെല്ലെ അത് മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങി പോട്ടാ. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഇങ്ങനെ ഭാഗങ്ങളൊക്കെ എടുത്തു ഓരോരുത്തർ. അപ്പോൾ ഇനി നമ്മൾ ലോഞ്ചിൽ നിന്നും ഫ്ലൈറ്റിലേക്ക് കയറാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ ഗ്ലാസ് ഇട്ടൊരു ഭാഗം കാണിച്ചു, അതിനുള്ളിൽ കൂടെ നമ്മൾ നടന്നു വരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടുത്തെ ഫ്ലൈറ്റിൻ്റെ അവിടേക്ക് കയറിനോടത്തെത്തി. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ എടുത്തു എന്ന് മാത്രം കേട്ടോ. അപ്പോൾ വന്ന് നിൽക്കുന്ന ഭാഗം ഇതുവരെ ഉള്ളൂ. അതിൻ്റെ ഉള്ളിൽ കൂടെ ഇപ്പോൾ നമ്മളിങ്ങനെ നടന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ലോഞ്ചിൽ നിന്ന് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വന്ന് അതിൻ്റെ ഉള്ളിൽ കൂടെ പോയി അത് ആ ഫ്ലൈറ്റിൻ്റെ ഭാഗമാണ് ആ വെള്ള കളർ കാണുന്നത്. അതുവരെയാണ് ആ സാധനം ഇങ്ങനെ വന്ന് ഇങ്ങനെ മൂടി നിൽക്കുക കേട്ടോ. അപ്പോൾ എന്താ പേര് പറയുക അങ്ങനെയൊന്നും എനിക്ക് അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഇതാ നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറി തുടങ്ങി. ട്രെയിനിൽ നമ്മൾ ചെയർ കാർ എന്നൊക്കെ പറയുമല്ലോ, ഇരിക്കാനുള്ളത് മാത്രമുള്ള ചെയറുകളുള്ള സീറ്റുകൾ, അങ്ങനത്തെ സീറ്റുകൾ അതുപോലെ തന്നെയാണ്. അപ്പോൾ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്ന് അവിടെ കാണുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ വീഡിയോ എടുത്തു. ഇതേ ബസ്സുകളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. നമ്മൾ ഫ്ലൈറ്റിൽ കയറി ഇരിക്കുന്ന രംഗമാണിത്, ഈ ഭാഗട്ടോ. ഞാൻ സൈഡിലെ വിൻഡോ കൂടെയാണ് ഇത് എടുക്കുന്നത്. അപ്പോൾ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിക്കരുത് അങ്ങനെയൊക്കെ അവർ പറഞ്ഞത് കൊണ്ട് ഞാൻ ഫോട്ടോ എടുക്കാൻ പാടുമോ വീഡിയോ എടുക്കാൻ പാടുമോ ഒന്നും എനിക്കറിഞ്ഞില്ല. അതുകൊണ്ട് താഴേന്ന് പൊങ്ങുന്ന ആ ഭാഗം എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ താഴെ നല്ല പച്ചപ്പൊക്കെ ആയിട്ടുണ്ടായിരുന്നു, എടുക്കാൻ പറ്റിയില്ല. കുറച്ച് മുകളിലേക്ക് പൊങ്ങിയിട്ടാണ് ഞാൻ എടുക്കുന്നത്. കണ്ടു, മേഘപാളികളുടെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ആ ഫ്ലൈറ്റിൻ്റെ നമ്മുടെ രണ്ട് സൈഡിലും ചിറക് പോലെ ഉണ്ടാവുമല്ലോ, അതാണത്. അപ്പോൾ എന്നോട് മോൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്ലൈറ്റിലിരിക്കുമ്പോൾ വേറെ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം, എന്താ വെച്ചാൽ തോന്നണം വെച്ചാൽ പറയണം കേട്ടോ. അവ ഇടയ്ക്കിടയ്ക്ക് എന്നോട് ഓർമ്മിപ്പിച്ചു. ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല എന്ന്. പിന്നെ എന്നോട് പറഞ്ഞു ചെവി ഭയങ്കര വേദന വരും ചിലവർക്ക്, ഓരോരുത്തർക്കും ഓരോ രീതിയിലാണല്ലോ. അപ്പോൾ അങ്ങനെ ചെവി ഭയങ്കര വേദന വരും. അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വായ 1-2 പ്രാവശ്യം അങ്ങനെ അടച്ച് തുറന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അത് പ്രകാരം ചെയ്തു. പക്ഷേ എനിക്ക് ചെവി വേദനയല്ല വന്നത്, ചെവി നല്ലതുപോലെ അടയുക ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഹൈദരാബാദിലേക്ക് എത്തിയിട്ട് ആ ഗ്രൗണ്ടിൽ അവിടെ ഇറങ്ങിയിട്ട് പെട്ടെന്ന് അങ്ങോട്ട് വന്ന് കുതിച്ചങ്ങോട്ട് ഒരു ശബ്ദം ഉണ്ടാവും, അതുപോലെ തന്നെ നമ്മളൊരു കുലുക്കും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ സീറ്റ് ബെൽറ്റ് അഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ചിലവർ സീറ്റ് ബെൽറ്റൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ അഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വീണ്ടും ഫ്ലൈറ്റ് ഇറങ്ങുന്ന സമയത്താണ് അവർ ഇട്ടുണ്ടായിരുന്നത്. ഞാൻ പക്ഷേ അഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ ചെവി അടവുണ്ടായി എന്ന് പറഞ്ഞല്ലോ, ആ ചെവി അടയുമ്പോൾ നമുക്കൊരു അസ്വസ്ഥത തോന്നുമല്ലോ, അത്രമാത്രം ഉണ്ടായിരുന്നുള്ളൂ. വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും എൻ്റെ ആദ്യത്തെ യാത്ര എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ നന്നായിട്ട് എത്തിച്ചേരാനായിട്ട് കഴിഞ്ഞു. പിന്നെ ഇതിൽ ഫ്ലൈറ്റിൽ ഇരിക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ ഒരു എരമ്പം, നമ്മൾ ജനറേറ്ററിൻ്റെ അല്ല അങ്ങനത്തെ ഒരു എരമ്പം എന്നുള്ളൊരു എരമ്പം മാത്രം. ആ എരമ്പം എനിക്കൊരു അസ്വസ്ഥതയാണ്. അങ്ങോട്ട് പോകുമ്പോൾ അത്ര ഒരു പ്രശ്നം തോന്നിയില്ല, ഇങ്ങോട്ട് വരുമ്പോൾ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കൊച്ചിയിൽ നിന്ന് നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് ധാരാളം സ്വാമിമാർ മലയ്ക്ക് പോയി വന്നതിന് ശേഷം തിരിച്ചു പോകാനായിട്ട് ഫ്ലൈറ്റിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവർ മല ചവിട്ടി കഴിഞ്ഞ് വന്ന് ഫ്ലൈറ്റിൽ തിരിച്ച് ഹൈദരാബാദിലേക്ക് പോകുന്ന ആൾക്കാരായതുകൊണ്ടാണ് ആ ഫ്ലൈറ്റിലുണ്ടായത്. അപ്പോൾ നമ്മൾ ഹൈദരാബാദ് എയർപോർട്ടിലേക്ക് വന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വന്ന് ഇറങ്ങുമ്പോൾ അങ്ങനെ റൗണ്ട് അടിച്ച് വന്നിട്ടാണല്ലോ അപ്പോൾ നമ്മൾ നെടുമ്പാശ്ശേരിയിൽ നിന്ന് കാണിച്ച പോലെ തന്നെ ഒരു ഫ്ലൈറ്റ് വന്ന് ഇറങ്ങുമ്പോഴും ഫ്ലൈറ്റ് പോകുമ്പോഴും അതിങ്ങനെ റൗണ്ട് അടിച്ചടിച്ചിട്ടാണ് വന്നിട്ട് ഉയർന്നു പോകുന്നതും, അതുപോലെ താഴേക്ക് വന്ന് ഇങ്ങനെ റൗണ്ട് അടിച്ച് വന്ന് ആ പൊസിഷനിൽ വന്ന് നിൽക്കുന്നതും അങ്ങനെയാണല്ലോ. അപ്പോൾ എനിക്ക് കൂടുതൽ വിശദീകരിച്ച് പറഞ്ഞു തരാനൊന്നും അറിയില്ല. എനിക്ക് അറിഞ്ഞ അറിവ് മാത്രമാണ് ഞാൻ പറയുന്നത്, നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത്. ധാരാളം പോയി ശീലമുള്ളവർക്കൊക്കെ ഇത് പ്രത്യേകിച്ച് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്, ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിൻഡോ ഒക്കെ കാണിച്ചു, സീറ്റ് ബെൽറ്റ് കാണിച്ചു. ഇവിടെ നമ്മുടെ ലഗേജുകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് അടയ്ക്കും അവർ കേട്ടോ. അപ്പോൾ പിന്നെ വീണ്ടും തുറക്കുകയാണ്. അപ്പോൾ അതേ സീറ്റ് ബെൽറ്റൊക്കെ ഞാൻ അപ്പോൾ അഴിക്കണേ ഉള്ളൂ. ഇനി നമ്മൾ ഇറങ്ങാൻ നോക്കുകയാണ്. അപ്പോൾ ആ ലഗേജുകളൊക്കെ എടുക്കുകയാണ് കണ്ടോ. അതവിടെ എയർ ഹോസ്റ്റസ് നമ്മൾ ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ട സമയമാകുമ്പോൾ അടച്ച് വെക്കുകയാണ്, പിന്നെ തുറന്നു തരും. ഇങ്ങനെയാണ് സീറ്റ്. കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും പ്രത്യേകം കാണിക്കുന്നത് കേട്ടോ. ഇതുപോലെയാണ് സീറ്റ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഫ്ലൈറ്റിൻ്റെ ഉൾവശം.
ഇനി നമ്മൾ ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ബാക്കിൽ കൂടെയാണ് ഇറങ്ങുന്നത്. ഈ ഫ്ലൈറ്റിൽ അവിടെ ബാക്കിൽ കൂടെയാണ് ഇറങ്ങുന്നത്. അപ്പോൾ അതേ ഇങ്ങനെ അവിടെ ഫ്ലൈറ്റ് നിർത്തിയിട്ടുണ്ട്, കോണി പോലെ വെച്ചിട്ടുണ്ട്. നമ്മളത് കൂടെ ഇറങ്ങുകയാണ്. ഇറങ്ങിക്കഴിഞ്ഞിട്ട് ആ ഫ്ലൈറ്റിൻ്റെ താഴെ ഞാൻ കുറച്ച് സമയം നിൽക്കേണ്ടി വന്നു. നമ്മുടെ നിക്കിയും അമ്മയും ഇറങ്ങാനായിട്ട്. കണ്ടോ, ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങുന്ന ഭാഗമാണിത് കേട്ടോ. അങ്ങനെ ഹൈദരാബാദിൽ പോയിട്ട് ഇറങ്ങുന്ന ഭാഗമാണ്. ഇറങ്ങി ഇങ്ങനെ വന്നു. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട്, ഈ ഫ്ലൈറ്റിൻ്റെ ഓപ്പോസിറ്റായിട്ട് ബസ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ബസ്സിൽ നമ്മൾ കയറിയിട്ട് നമ്മൾ തന്നെ എയർപോർട്ടിൻ്റെ അവിടെ കൊണ്ടുപോയി ഇറക്കും. അപ്പോൾ അങ്ങനെ ഞാൻ അതും നിങ്ങളായിട്ട് പങ്കുവയ്ക്കുകയാണ് ഓരോ ഭാഗങ്ങളും. അപ്പോൾ ഞാൻ ഈ തിരിച്ച് വരുന്ന സമയത്ത് ഞാൻ അതൊന്നും കൂടുതലായിട്ട് വിശദീകരിച്ച് കാണിക്കണില്ല. അപ്പോൾ അതാണ് ബസ് കേട്ടോ. ബസ്, ആ ബസ്സിൽ നമ്മൾ കയറി ഇരുന്നിട്ടുണ്ട്. സീറ്റുകളുണ്ട്. എല്ലാവരും ഒരുവിധം സീറ്റുകളൊക്കെ ഫുള്ളായപ്പോൾ ബസ് സ്റ്റാർട്ട് ചെയ്യും. അതിൻ്റെ പിന്നിൽ അടുത്ത ബസ് വന്ന് നിൽക്കും. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് പോവുകയാണ്. ആർക്കും ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി നമ്മളതിനെ അവിടെ കൊണ്ടുപോയി ഇറക്കിയിട്ട് നമ്മൾ ലഗേജ് അവിടെ വരുന്ന സ്ഥലത്തേക്ക് നമ്മൾ നടന്നു പോയിട്ട് ലഗേജൊക്കെ എടുക്കുകയാണ്. അപ്പോൾ ആ ഭാഗം ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ കാണാത്തവർക്ക് വിശദമായിട്ട് ഞാൻ കാണിക്കുന്നത് എന്താ വെച്ചാൽ, എനിക്കിപ്പോൾ ഇങ്ങനെ കിട്ടി ഇങ്ങനൊരു ചാൻസ്, അത് എൻ്റെ കൂട്ടുകാർക്ക് കാണാത്തവർക്കായിട്ട് പങ്കുവയ്ക്കുക. കാണാത്തവർക്ക് അത് കാണാൻ ഒരു സന്തോഷം, ഒരു കൗതുകമല്ലേ, അതുകൊണ്ടാണ് ഞാനിത് പങ്കുവയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ബസ്സിൽ അവിടെ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്, എയർപോർട്ടിൻ്റെ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചുറ്റുഭാഗമൊക്കെ ഒന്നിങ്ങനെ എടുത്തു എന്ന് മാത്രം. ലോ ഫ്ലോർ ബസ്സുകളാണല്ലോ. അപ്പോൾ ആ ലോ ഫ്ലോർ ബസ്സുകളാണ്. നമ്മൾ സാധാരണ ബസ്സുകളെ പോലെ ഇങ്ങനെ കമ്പി അഴികളും കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെ സൈഡിലൊക്കെ സൈഡ് വ്യൂ ഒക്കെ നമുക്ക് നന്നായിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ ഞാൻ നമ്മുടെ ഹൈദരാബാദ്, നമ്മുടെ നെടുമ്പാശ്ശേരിയിൽ നിന്ന് കയറി ഹൈദരാബാദിലെത്തി. ഹൈദരാബാദിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് എയർപോർട്ടിൽ ബസ്സിൽ കയറി എയർപോർട്ടിൻ്റെ എൻട്രൻസിൻ്റെ അവിടേക്ക് പോവുകയാണ്. ഇനി നമുക്ക് അവിടുന്ന് ലഗേജ് എടുക്കുന്നിടത്തേക്ക് പോകണം. അതുപോലെ ഹൈദരാബാദ് എയർപോർട്ടിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് ഒരു തുരങ്കം പോലെ അതിൻ്റെ ഉള്ളിൽ കൂടെ പോണത് കേട്ടോ. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് എനിക്ക് തോന്നുന്നത് മുകളിൽ നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങുന്നവർക്കും കയറുന്നവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഭാഗങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവുമല്ലോ, അതിൻ്റെ ഉള്ളിൽ കൂടെ ആയിരിക്കാം. എങ്ങനെ എന്താ ഞാൻ നോക്കിയില്ല, എനിക്കറിയില്ല. എന്തായാലും രണ്ട് സൈഡും നമ്മുടെ ഈ കുതിരാൻ തുരങ്കം പോലെയൊക്കെ ആയിട്ട് അതിൻ്റെ നടുവ് കൂടെ വരുന്നത്. അപ്പോൾ അതാണ് ഇരുട്ട് പോലെ തോന്നിച്ചത്. അവിടുന്ന് അതിങ്ങനെ പുറത്തേക്ക് വന്നു. ഇനി നമ്മളവിടെ ഇറക്കുകയാണ്. അപ്പോൾ അവിടെയൊക്കെ സെക്യൂരിറ്റികളൊക്കെ ഉണ്ട്, ഈ പട്ടാളക്കാരൊക്കെ പോലെയൊക്കെ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. ഈ ഹൈദരാബാദ് എയർപോർട്ടിൻ്റെ പേര് രാജീവ് ഗാന്ധി അങ്ങനെ തോന്നുന്നുണ്ട് കേട്ടോ. എയർപോർട്ടിൻ്റെ പേര് എനിക്ക് അത്ര ഓർമ്മയില്ല, അങ്ങനെയാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളവിടെ ബസ് ഇറങ്ങി നിന്നു. അപ്പോൾ അതിൻ്റെ മുന്നേ എനിക്ക് സൈഡ് സീറ്റ് കിട്ടിയപ്പോൾ എൻ്റെ അപ്പുറത്തിരിക്കുന്ന ഒരാൾ സൈഡ് സീറ്റ് തരുമോ എന്നൊക്കെ ചോദിച്ചു, അയാളുടെ കുട്ടിക്ക് വേണ്ടിയിട്ട്. അപ്പുറത്ത് സൈഡിൽ ബാക്കിലെ സീറ്റിൻ്റെ സീറ്റാണ്, അവിടെ ഇരുന്നോളൂ കൊണ്ട് ഞാൻ മാറി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് എന്നോട് ഫ്ലൈറ്റിൽ ഇരുന്നിട്ടും നന്ദി പറയും. ഒരു തമിഴരാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പം നന്ദി പറയും. അത് കഴിഞ്ഞിട്ട് എന്നോട് ചോദിക്കും, വിഷമമൊന്നുമില്ലല്ലോ, മോനെ പോലെ എന്നെ വിചാരിച്ചാൽ മതി, മോനെ പോലെ എന്നെ വിചാരിച്ചാൽ മതി, എന്ത് ഉണ്ടെങ്കിലും പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. ഈ ബസ്സിലും അവരുണ്ടായിരുന്നു. ആ ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോഴും അയാൾ കുറേ പ്രാവശ്യം എന്നോട് നന്ദി പറഞ്ഞു. അപ്പോൾ എൻ്റെ ഫാമിലി ഫസ്റ്റ് ടൈമാണ് ഇവിടെ യാത്ര ചെയ്യുന്നത് ഫ്ലൈറ്റിൽ പറഞ്ഞു. അപ്പോൾ എൻ്റെ മോൻ പറഞ്ഞു അമ്മയും ആദ്യമായിട്ടാണ് യാത്ര ചെയ്യണത്, അതുകൊണ്ട് എനിക്ക് അമ്മ എൻ്റെ കൂടെ തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു ഇങ്ങനെ ചെയ്താൽ മതി, കുഴപ്പമില്ല, ഞാനും ഉണ്ടല്ലോ ഇവിടെ തന്നെ ഉണ്ടല്ലോ, എന്ത് വേണമെങ്കിലും ഞാൻ ശ്രദ്ധിച്ചോളാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവ ഇടയ്ക്കിടയ്ക്ക് എന്നെ തിരിഞ്ഞ് നോക്കുമ്പോൾ ആൾ എന്നോട് ചോദിക്കും കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിക്കും. അങ്ങനെ അപ്പോൾ നമ്മളിത് എയർപോർട്ടിൻ്റെ ഭാഗത്തേക്ക് എത്തി തുടങ്ങിയിട്ടാണ്. അപ്പോൾ വേറെ ബസ്സുകളും അതുപോലെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് വീഡിയോ എടുത്തു എന്ന് മാത്രം. നമ്മളിങ്ങനെ റൗണ്ട് അടിച്ച് അവിടെ വന്ന് നിന്നിട്ട് അവിടെ ഇറങ്ങി നിന്നതിന് ശേഷം നമ്മൾ വീണ്ടും എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കിടക്കണം. പിന്നെ നമ്മൾ നെടുമ്പാശ്ശേരി എയർപോർട്ടും കോഴിക്കോടൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് ഈ ഹൈദരാബാദ് എയർപോർട്ട് കണ്ടപ്പോൾ അത്രയും എയർപോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും സൗകര്യങ്ങളായിട്ടും ഏത് വഴി കൂടെ എങ്ങനെ പോകേണ്ടതെന്ന് അറിയാത്ത പോലെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ലഗേജൊക്കെ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ലഗേജ് വരുന്നത് ഒരുവിധ ആൾക്കാരൊക്കെ അപ്പോഴത്തിന് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ലഗേജ് വരുന്നതും നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ കാണിച്ചു എന്ന് മാത്രം. ഇതുപോലെ കാണാത്ത ഒരുപാട് പേരുണ്ടാവും കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇത് കാണിക്കുന്നത്. അപ്പോൾ ഈ ഹൈദരാബാദ് എത്തണ വരെയും നമ്മുടെ നെടുമ്പാശ്ശേരി മുതൽ അവിടെ വരെ എത്തണ വരെ വിവരങ്ങൾ ഞാൻ വിശദമായിട്ട് നിങ്ങൾക്ക് കാണിക്കുകയാണ്. കാണാത്ത അറിയാത്ത ഒരുപാട് പേർക്ക് ഇങ്ങനൊരു കാഴ്ച കാണാനായിട്ട്, കാരണം എനിക്കിപ്പോൾ അത് കാണാൻ പറ്റി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കാണിക്കുന്നത്. അപ്പം നമ്മുടെ എയർപോർട്ടിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നു. അപ്പോൾ മോൻ്റെ ഫ്രണ്ടാണ് വരുന്നത് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാനായിട്ട്. ആ ഫ്ലൈറ്റ് യാത്രയെക്കുറിച്ചും ഈ കാര്യങ്ങളെക്കുറിച്ചും അറിയാത്ത കൂട്ടുകാർക്ക് ഇതൊരു നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവർക്കും ഒരു അവസരം കിട്ടിയ പോലെ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാവും എന്ന് വിചാരിക്കണം.
ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരാം. അപ്പം നമ്മൾ ഹൈദരാബാദിൽ പോയത് എന്തിനാണെന്നും എന്തൊക്കെ കാര്യങ്ങളെന്നും അവിടെ കണ്ട കാഴ്ചകളെക്കുറിച്ചും ഞാൻ എൻ്റെ കൂട്ടുകാരായിട്ട് വീഡിയോ പങ്കുവെക്കുന്നതാണ്. അപ്പോൾ ഓരോരോ വീഡിയോകളായിട്ട് ഞാൻ വരാം കേട്ടോ. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സീ യു.